പുറ്റിങ്ങൽ ദുരന്തത്തിന് ഉത്തരവാദിയായ ഒരു ഉദ്യോഗസ്ഥനും ശിക്ഷിക്കപ്പെട്ടില്ല. പുറ്റിങ്ങൽ ദുരന്തത്തിന് ഉത്തരവാദിയായ ഒരു കമ്മിറ്റിക്കാരനും ആ അർത്ഥത്തിൽ ഒന്നും സംഭവിച്ചില്ല. വിശ്വാസികളായ അവിടെ കൂടിയിരുന്ന മനുഷ്യരിൽ 110 പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബങ്ങൾ അനാഥമായി. ജീവിക്കുന്ന മനുഷ്യരിൽ പലർക്കും അംഗവൈകല്യം സംഭവിച്ചു. ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. അതിനെ തുടർന്ന് വന്ന കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര ഏജൻസിയായ എക്സ്പ്ലോസീവ് കൺട്രോൾ നൽകിയ ശുപാർശകൾ ഒന്നും നടപ്പാക്കിയില്ല. വെടിക്കോപ്പുകൾ ഉണ്ടാക്കുന്നവർക്കും വെടിക്കെട്ട് നടത്തുന്നവർക്കും ശിവകാശിയിലെ ഫയർവർക്സ് റിസർച്ച് സെന്ററിൽ പരിശീലനം നൽകണമെന്നതായിരുന്നു 2016 പ്രധാന ശുപാർശ. പുല്ലുവിലയാണ് പുറ്റിങ്ങൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന് PS ഗോപിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന് നൽകിയത്. ശിവകാശിയിൽ നിന്ന് പഠിച്ചു വരണം എക്സ്പ്ലോസീവുകൾ കൈകാര്യം ചെയ്യാനെന്നതായിരുന്നു പ്രധാനപ്പെട്ട ശുപാർശ. വെടിക്കെട്ടിന് ഇലക്ട്രിക്കൽ ഇഗ്നീഷൻ സംവിധാനം വേണമെന്ന ശുപാർശയും നടപ്പായില്ല. നിർമ്മാണ സ്ഥലത്തും പൊട്ടിക്കുന്നിടത്തും പരിശോധന വേണമെന്നും രാസവസ്തുക്കൾ സാമ്പിളെടുത്ത് പരിശോധിക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്നും നടപ്പായില്ല. നിരോധിത വസ്തുക്കളിൽ നിന്ന് ഉറപ്പാക്കണമെന്നും ആളുകളെ മാറ്റാൻ വേലികെട്ടി തിരിക്കണമെന്നും 3 മാസം മുമ്പ് ലൈസൻസിന് അപേക്ഷിക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ടായി. ഇതും കാറ്റിൽ പറത്തപ്പെട്ടു. 2 മാസത്തിനകം തീരുമാനമെടുക്കണം, നിഷേധിച്ചാൽ മാധ്യമങ്ങൾ വഴി പരസ്യമാക്കണമെന്നൊക്കെയായിരുന്നു അന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നോക്കൂ, പുറ്റിങ്ങലിൽ എത്ര അനാസ്ഥയാണ് നമ്മൾ കണ്ടത്. അതേ അനാസ്ഥ തന്നെയാണ് മറ്റൊരു തരത്തിൽ ഇന്ന് തൃശ്ശൂരിൽ ആവർത്തിച്ചിരുന്നത്.